മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ബസ്സിൽ നടന്ന ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്ന ഒരു രീതി അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എന്നാ ഈ പറയുന്ന ദീപക് കുറ്റം ചെയ്തു അല്ലെ തെറ്റ് ചെയ്തെന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തെങ്കിലോ? പോലീസ് പിടിക്കും അല്ലെങ്കിൽ കേസും ആയിട്ട് നടക്കേണ്ടി വരും, നാളെ വാർത്തയിൽ പെടും, ആ എന്തുകൊണ്ട് സമാധാനം സംഭവിച്ചതെല്ലാം സംഭവിക്കും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായപ്പോഴല്ലേ അയാൾ ആത്മഹത്യ. അപ്പൊ ഈ കാണിച്ചതിനകത്ത് എന്താ കുഴപ്പമുണ്ടെന്ന് അയാൾക്കറിയാം. അയാൾ തട്ടിയിട്ടുണ്ട്, ഒന്നല്ല രണ്ട് പെണ്ണുങ്ങളെ അതേ ബസ്സിൽ ആ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ആ പെണ്ണ് തട്ടുന്നതായിട്ട്. അയാൾ ആ ബാഗ് പൊക്കി. ഈ ബാഗ് പൊക്കുമ്പോ ഇങ്ങനെ പൊക്കുന്ന ബാഗിന് കൈ ഇവിടെ പോകുന്നത് ഇങ്ങനെയാണോ പൊക്കുന്നേ? ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ല. ബസ്സിലൊക്കെ കയറിയിരുന്ന് പെൺകുട്ടികളെ ഇങ്ങനെ സ്പർശിക്കുന്നവരുടെയോ അല്ലെങ്കിൽ അനുവാദം ഇല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നവരെയോ സാമാനം എടുത്ത് കാണിക്കുന്നവരുടെയൊക്കെ കയ്യിലൊരു ബാഗ് സ്ഥിരം കാഴ്ചയാണ് ഈ ബാഗ്. ഈ മരിച്ചുപോയ അയാളുടെ ബാഗിനകത്ത് എന്താണെന്ന് പോലീസ് അന്വേഷിച്ചു. അയാളുടെ ബാഗിനുള്ളിൽ എന്താണ്? എന്തിനാണ് ഇയാൾ ഈ ബാഗ് കൊണ്ട് നടക്കുന്നത്? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. സൈബർ അറ്റാക്കും നാളെ തെരുവിനെയും കുടുംബത്തിനെ മൊത്തം നാറ്റിക്കും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ടല്ലേ. അല്ലാതെ ഒരു വീഡിയോ എടുത്തിട്ട് എല്ലാരും പറയാം സൂപ്പർ നല്ലതാണ് എന്ന് പറഞ്ഞ സർവ്വസാധാരണ ചെയ്യുന്ന കാര്യം മാത്രമേ സിന്ധു ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അതിനകത്ത് ആത്മഹത്യ പ്രേരണ ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.